പറയാനുള്ളൂ. കാരണം 44 ഫ്ലൈവുഡ് ഈ ഇവിടുത്തെ ഈ പാലാ മീനച്ചിൽ താലൂക്കിലെ MLA-യോട് MP-യോട് ആയിട്ട് പറയും, ഇവിടെ 44 ഫ്ലൈവുഡ് ഫാക്ടറികളാണ് വന്നത്, എല്ലാം തോടിൻ്റെ അരികോടെയാണ്. നിങ്ങൾ എന്തെങ്കിലും ഇത് അറിഞ്ഞോ? നിങ്ങൾ ഇതിനെക്കുറിച്ച് മൗനമാണല്ലോ നിങ്ങൾ പാലിക്കുന്നത്. നിങ്ങളൊരു അക്ഷരം പോലും നിങ്ങൾ ജനങ്ങളോടായിട്ട് നിങ്ങൾ പറയുന്നില്ലല്ലോ. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എത്രമാത്രമാണ് നിങ്ങൾക്ക് അറിയാവോ? ഞങ്ങൾ ഈ ഫീൽഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിൽ നിങ്ങൾക്ക് ഫ്ലെക്സ് വെക്കുക. നിങ്ങൾ ഇത്രയും ഫ്ലൈവുഡ് ഫാക്ടറികൾ തുടങ്ങാനായിട്ട് അനുമതി കൊടുത്തിട്ട്, അതും തോടിൻ്റെ അരികെ 44 ഫ്ലൈവുഡ് ഫാക്ടറിയും ഒരു അമോണിയ ഫാക്ടറിയും മീനച്ചിൽ താലൂക്കിൽ വരാനായിട്ട് നിങ്ങൾ അനുമതി കൊടുത്തപ്പോൾ നിങ്ങളെ ജനങ്ങളെ തന്നെ ആദരിക്കേണ്ടതാണ്. നിങ്ങൾ ഫ്ലെക്സ് വെക്കുക. ഈ ലോകരാജ്യങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലെ ഫ്ലൈവുഡ് ഫാക്ടറികളും അമോണിയ ഫാക്ടറികളും പാറമടകളും ഉള്ള സ്ഥലം വേറെ ഒരിടത്തുമില്ല. ഈ പ്രദേശം മൊത്തം നശിപ്പിക്കാനുള്ള പരിപാടിയിലേക്കാണ് ഇവർ കടന്നത്. ഇവർക്ക് പണം മാത്രമേ ലക്ഷ്യമുള്ളൂ, അല്ലാതെ ഈ നാട് നന്നാക്കണമെന്നൊരു ഉദ്ദേശമില്ല. ഒന്നേ പറയാനുള്ളൂ എല്ലാവരോടും, നിങ്ങൾ കരുതിയിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ള കുപ്പായം ഇട്ട് ചിരിച്ച വല്ലുമായി വന്നു കഴിയുമ്പോൾ വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കരുതി വോട്ട് ചെയ്യുക. കാരണം നാടിന് വികസനത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യുക. ഇത്തരം ആൾക്കാരുടെ സ്വഭാവം ഇനിയെങ്കിലും ജനം തിരിച്ചറിയണം. ജനങ്ങൾക്കൊപ്പം പ്രതിഷേധം ഉണ്ടാവും. തീർച്ചയായിട്ടും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ജനങ്ങളുടെ വിഷമങ്ങളിൽ പങ്കുചേരുന്ന ഒരു MLA ആണെങ്കിലും MP ആണെങ്കിലും ആരാണേലും ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ, ജനങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റണമെങ്കിൽ ഈ പോലെയുള്ള ഈ പാവപ്പെട്ട അമ്മേനെ പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ചെന്നിട്ട് അവരുടെ വിഷമത്തെ നിങ്ങളും പങ്കാളിയാക്കണം. നിങ്ങൾ മൗനമാണ് സ്വീകരിക്കുന്നത്. മൗനമാണ്. ഇവർ വലിയ